ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജോൺ സൈമൺ കമ്മീഷൻ. ജോൺ സൈമൺ കമ്മീഷൻ. ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകൾ ഏവ? ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്, ബംഗാളും പഞ്ചാബും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ആൻസർ ഓപ്ഷൻ ഡി, 1951-52. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുത്തലിയാർ കമ്മീഷൻ. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുത്തലിയാർ കമ്മീഷൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വോട്ട് ചെയ്യാനും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമേത്? മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ, ആമുഖം എന്നീ ഭാഗത്തു നിന്നൊക്കെ PSC ചോദിച്ച മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടവയാണ്? റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടവയാണ്? ആൻസർ ഓപ്ഷൻ സി, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി